ഈ തൃശ്ശൂരിലെ പരാജയ കാരണം പഠിക്കാൻ വേണ്ടി KPCC നിയോഗിച്ച കമ്മിറ്റി അംഗമാണ് ചന്ദ്രശേഖരനും ഞാനും സ്ഥിതിക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ഒന്ന് ഇറങ്ങിയേ ഉള്ളൂ. ഏതായാലും ഇവിടുത്തെ വിഷയം സംബന്ധിച്ച് എല്ലാവരുമായി സംസാരിക്കും. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഇന്ന് രാവിലെ മുൻ DCC പ്രസിഡന്റുമാർ, മുൻ MLA നേതാക്കളോട് സംസാരിക്കും. ഉച്ച കഴിഞ്ഞ് തൃശ്ശൂർ പാർലമെൻറ്റിലെ 7 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള ബ്ലോക്ക് പ്രസിഡന്റുമാർ 14 പേര് അവരോട് സംസാരിക്കും. ഞങ്ങൾ വീണ്ടും തിരിച്ചു വരും. നാളെ അസംബ്ലി ആയതുകൊണ്ടാണ് ഇന്ന് മാത്രമായിട്ട് നിർത്തിയിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ വരും, എല്ലാവരെയും കാണും. ഞങ്ങൾക്ക് യാതൊരു മുൻവിധിയില്ല. ഞങ്ങൾ തുറന്ന മനസ്സോടെ വരുന്നത്. തൃശ്ശൂരിലെ പരാജയം കേരളത്തിലെ കോൺഗ്രസിന് വെടിവെക്കുന്നുണ്ട് വലിയ ആഘാതമാണ്. വലിയ വിജയം കേരളത്തിലുണ്ടായപ്പോഴും തൃശ്ശൂർ പോലെ കോൺഗ്രസിൻ്റെ ഉറച്ച ഒരു കോട്ടയിൽ പരാജയപ്പെട്ടു എന്നുള്ളത് ഇപ്പോഴും ഉൾക്കൊള്ളാനാവാത്ത യാഥാർത്ഥ്യമാണ്. അതിന് പ്രത്യേക കാരണങ്ങളുണ്ടാകാം. ഞങ്ങളുടെ ചുമതല ആ കാരണങ്ങൾ മനസ്സിലാക്കുക, പരിഹാരം നിർദ്ദേശിക്കുക. ഇന്നലെ പുതിയ DCC പ്രസിഡന്റ് ചുമതല ഏറ്റെടുത്തു, ശ്രീകണ്ഠം ചുമതല ഏറ്റെടുത്തു. ഇന്നലെ പൊതുവായ ചർച്ചകളുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു കാര്യം ആവർത്തിച്ച് പറയാനുള്ളത്, ഈ പരസ്യമായ വിഴുപ്പലക്കൽ കൊണ്ട് നമ്മൾ സ്വയം വഷളാകത്തേ ഉള്ളൂ. മറന്നു കിടന്ന് തുപ്പിയാൽ നമ്മുടെ മുഖത്തെ വീഴത്തുള്ളൂ. ഈ പോസ്റ്റർ വിവാദങ്ങളോ മറ്റ് വിവാദങ്ങളോ അവസാനിപ്പിക്കാനുള്ള സാമാന്യമായ മര്യാദ തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാർ കാണിക്കണം. തൃശ്ശൂരിലെ കോൺഗ്രസ് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമാണിത്. ഇവിടുത്തെ നിയമസഭാ സീറ്റുകൾ കോൺഗ്രസ് ജയിക്കേണ്ട സീറ്റുകളാണ്. അസംബ്ലി ഇലക്ഷൻ വരാൻ പോകുന്നേ ഉള്ളൂ. ഈ പരാജയത്തെപ്പറ്റി ഞങ്ങൾ പഠിക്കും. ഞങ്ങൾക്ക് യാതൊരു മുൻവിധിയില്ല. ഞങ്ങളെല്ലാവരെയും കാണും, എല്ലാവരുടെ അഭിപ്രായം കേൾക്കും, കാണേണ്ടവരെ എല്ലാം കാണും. പക്ഷേ ദയവായി ഇത്തരത്തിലുള്ള വിവാദങ്ങൾ അവസാനിപ്പിക്കണം. കോൺഗ്രസിൻ്റെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി വേദികളുണ്ട്. ഞങ്ങളെ ചുമതലപ്പെടുത്തി അതിനു വേണ്ടിയിട്ടാണ്. പറയാനുള്ള ആർക്കും കാര്യങ്ങൾ പറയാം, ആർക്കും യാതൊരു പ്രയാസവും വേണ്ട. പക്ഷേ അത് പൊതുവേദി ചർച്ചയാക്കരുത്. ഇവിടെ ഇപ്പോഴും നിങ്ങൾ പറഞ്ഞു കേട്ടതുപോലെ പോസ്റ്റർ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് നമ്മൾ സ്വയം കോൺഗ്രസ്സിന് തന്നെ സ്വയം അപകടത്തിലേക്കുണ്ടാകും. അതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം പറയാനുള്ളത്. ഞങ്ങളിന്ന് രാവിലെ മുൻ DC പ്രസിഡന്റിനെ കാണുന്നുണ്ട്. ഞങ്ങളെല്ലാവരോടും സംസാരിക്കും. അത് കഴിഞ്ഞ് KPCC റിപ്പോർട്ട് കൊടുക്കും. അത് ഞാൻ ഇന്നലെയും വായിച്ചു. DC പ്രസിഡന്റ് പ്രസ്താവന വായിച്ചു. പരസ്യവിവാദം പാടില്ല, പോസ്റ്റർ പതിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ഈ പോസ്റ്റർ പതിക്കാൻ ഭീരുത്വമാണിത്. ആർക്കും പാദയാത്രയുടെ മറയിൽ ആർക്കും പോസ്റ്റർ ഒട്ടിക്കാം. അവിടെ നേടാൻ പോകുന്നില്ല. അത് ഇനിയും ആവർത്തിക്കുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കും, നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യും. അല്ല, പോകാൻ പറ്റില്ല. അച്ചടക്കം എല്ലാവർക്കും ഉണ്ടാകണം. തീർച്ചയായിട്ടും പരിഹരിക്കാൻ പാടാത്ത ഒരു പ്രശ്നവും കോൺഗ്രസിനകത്തില്ല. പക്ഷെ പരാജയത്തിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. തൃശ്ശൂർ പാർലമെൻറ്റ് സീറ്റിൽ ഗുരുവായൂർ ഒഴികെ എല്ലാ സീറ്റിലും കോൺഗ്രസ് വളരെ പിന്നിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമൊന്നുമല്ല. അപ്പോൾ രോഗം എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. രോഗം അറിഞ്ഞ് ചികിത്സ ഇത് നിർദ്ദേശിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും. അല്ല, അദ്ദേഹത്തിന് കാണാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം ഡൽഹിക്ക് പോയിരിക്കുകയാണ്. വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുക വീട്. നാളെ KPCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോകും. അവിടെ വെച്ച് ശ്രീ മുരളി വരുന്ന അദ്ദേഹത്തെ അവിടെ വെച്ച് കാണും. എല്ലാവരെയും കാണും. അത് കാലാവധിയൊന്നുമില്ല. ഞങ്ങൾ എത്രയും വേഗം, അങ്ങനെ അനിശ്ചിതമായ കാലാവധിയൊന്നുമില്ല. ഞങ്ങളെ 3 പേരുടെ സൗകര്യം പോലെ എത്രയും വേഗം കാര്യങ്ങൾ കാണും. ഇന്നിപ്പം നേതാക്കന്മാരെ കാണും, പിന്നെ DCC ഭാരവാഹികളെ കാണും, പിന്നെ മുൻ KPCC സെക്രട്ടറിമാരെ കാണും. കാണേണ്ട എല്ലാവരെയും കാണും. അത് ഭാരവാഹിത്വം ഇല്ലെങ്കിൽ വരെ കാണാൻ ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടാകത്തില്ല.